വെൽക്കം ബാക്ക് ടു ഫ്ലൈങ് ബേർഡ്സ്. ഈ കൊട്ടയൊക്കെ ആയിട്ട് എവിടേക്ക് പോകണേന്നാണോ നിങ്ങൾ വിചാരിക്കണേ? ഇന്ന് ഞങ്ങൾ കുറച്ച് മാങ്ങ പറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് എങ്ങനെ സൂക്ഷിച്ച് വെക്കാന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോണത്. ഇന്നാളെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഈ മാവ് ഇതുവരെയും പൂത്തിട്ടില്ല, കാച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാവ് ഇക്കൊല്ലം കാച്ചിട്ടുണ്ട്. വയലറ്റ് മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വാങ്ങിയതാണ്. പക്ഷെ മാങ്ങ ഉണ്ടായി വന്നപ്പോൾ നാട്ടുമാങ്ങയാണ്. ഒരു 5-10 ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കാച്ചിട്ടുണ്ട് ആള്. വേണ്ട മാങ്ങ അതെ ഉണ്ടായി ഇത്ര വരെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടുമാങ്ങയാണ്. ഇത് പഴുത്ത് തുടങ്ങിയിട്ടില്ല. ഇതൊരു വിധമായിട്ടുണ്ട്. ഞാൻ കുറച്ച് കണ്ണിമാങ്ങകൾ പറിച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് അച്ചാർ ഇടണം, കടുമാങ്ങ അച്ചാർ ഇടണം. പിന്നെ ഇവിടെ ഞാനൊരു വിസ്മയ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും ഒരു വിസ്മയ കാഴ്ചയാണ്. പക്ഷേ മാവിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയിട്ട് ഇത് കാണാൻ പറ്റാണ്ടായി. ഇത് നോക്കിയാൽ ഈ ഒരു ചെടി ചിലവരുടെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ചെടിയുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സാധനം അതേ ഇങ്ങനെ വന്നിട്ട് ഇത് പൂത്തേക്കാണ്. പൂത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇത് നോക്കിയേ, ഇത് കണ്ട, ഇത് ക്ലിയർ ആവണില്ലേ? ഇത് കണ്ട കൊമ്പ് നോക്കിയേ. ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഇതിൻ്റെ പൂവ്? നിറയെ പൂക്കളും തേനീച്ചകളും ഒക്കെ നിറച്ചുണ്ട്. ഇതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടി ഒരുപാട് തേനീച്ച വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഈ മാവിൻ്റെ കൊമ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇത് ശരിക്കും ഒരു കാഴ്ചയായേനെ കേട്ടാ. നമ്മുടെ വീടിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു 2-3 മാവാണ് ഈ കാണുന്നത്. ഇത് തായ്ലൻഡ്, കൊളംബോ അങ്ങനെയൊക്കെയുള്ള മാങ്ങകളാണ്. ഇതിപ്പോൾ ഒരുവിധം മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ മൂത്ത മാങ്ങ നോക്കി ഉപ്പിലിടാന്ന് വിചാരിച്ചിട്ട് പറിക്കാൻ വന്നേക്കുന്നതാണ്. മൂത്ത മാങ്ങ നോക്കി നമുക്ക് നല്ലോണം പറിച്ചെടുക്കാം കേട്ടാ. ഈ മാങ്ങ നമുക്ക് ചതച്ച് തിന്നാട്ടാ. പുറത്തിരിക്കട്ടെ. ചുണമേത്താക്കരുത് കേട്ടാ. അതിന്റെ ഒരു വെള്ളം അത് നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് അടിച്ചാലാ? വേണ എന്നാ പച്ചമാങ്ങ ജ്യൂസ് അടിക്കാം.
എന്നാ എടുക്ക്. ഇന്നത്തെ നമ്മുടെ മാങ്ങ വറക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര മാങ്ങ കിട്ടിയുണ്ട് കേട്ടാ. ആവശ്യത്തിനുള്ള മാങ്ങയില്ലേ പോരെ? കാണാണ്ട്. ഇപ്പൊ നമ്മുടെ മാങ്ങ വറക്കൽ കഴിഞ്ഞു. കുറച്ച് ഇടിച്ചു കഴിയുമ്പോ ശരിയാവും. വന്നു ഞാൻ 2 ഇടി ഇടിച്ചിട്ട് തരാം. കൈമാറ്റി ഞാൻ കഴിക്കാൻ പോവാ. 3, 2, 1 സ്റ്റാർട്ട്. നല്ലതാണോ? പുളിക്കണില്ലേ? ചെറുതായിട്ട് പുളിക്കണല്ലോ. പച്ചമാങ്ങയുടെ ജ്യൂസ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പം അതെങ്ങനെയാന്ന് നിങ്ങളെയും കൂടി പഠിപ്പിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ 2 മാങ്ങ എടുത്തു ഞാൻ. എന്നിട്ട് ഇങ്ങനെ പീസാക്കി. ഇതെന്തൊട്ട് ചെയ്യാ? അറിയാം. പഞ്ചസാരയിലിടും. എന്നിട്ട് വെള്ളം അങ്ങനെയല്ല, ഇത് വേറെ മോഡലാ. ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്നെ മനസ്സിലായേ? വെള്ളം വെച്ചാണ് കണ്ടിട്ട് അല്ലേ? അതല്ല, ഇത് വേറെയാ. അപ്പൊ ഇത് നമുക്ക് ഈ മാങ്ങ, പച്ചമാങ്ങ നമുക്ക് തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ടിട്ട് വരാം. ഇതേ കുറേ നേരം ഈ വെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടാ, അപ്പൊ വെന്ത് പോവും. അപ്പൊ കുറച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റി വേറെ പാത്രത്തിൽ വെക്കാം. ഇപ്പൊ ഇവിടെ മാങ്ങ വേവിച്ച് വെച്ചേക്കണത് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്, ഐസ് വാട്ടർ, പഞ്ചസാര മധുരത്തിന്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 2 അല്ലി മിൻറ്റ് ലീവ്സ് ഇല്ലേ, പുതിന. പിന്നെ വേണ്ടത്, ഇത് ഓപ്ഷനിലാണ്, ചെറിയൊരു കളറ് കാണാൻ ഭംഗിക്കായിട്ട് ഒരു ചെറിയ ഗ്രീൻ കളർ വേണ്ടേ. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ജാറിലേക്ക് മാങ്ങിടാം. അറിയാലോ നിങ്ങക്ക്. ഇവിടെ ആണല്ലേ? വെള്ളം ഒഴിക്കാം. സ്പ്രൈറ്റ് ഒന്നല്ല, ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടടിക്കാം. ഇപ്പൊ തൽക്കാലം ഞാൻ ഇട്ടുപോയില്ലേ, സാരില്ല. പിന്നത്തെ വലിയ പീസ് അത് ഉടച്ചിട്ട് വേണം പീസാക്കണം. അത് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഇനി ഒന്ന് അരിപ്പൊക്കോടെ അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് നമുക്ക് എന്തോ ഭംഗിയാ നോക്കി കാണാൻ. 2 ഐസ് ക്യൂബും കൂടി ഇടാം. രണ്ടുപേരും കുടിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്?
ഇതും ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടായ? ഇതാണ് പച്ചമാങ്ങ ജ്യൂസ്. അടിപൊളിയല്ലേ? അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. ഇത് അടിപൊളി ജ്യൂസാണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഓട്ടെ എടി ഞാനല്ലടി ഉണ്ടാക്കി, എനിക്ക് ഇത്തിരി താടി, എന്നാലും കുറച്ചിങ്ങോട്ട് താകോട്ടെ. എൻ്റെ അമ്മോ നല്ല ടേസ്റ്റ് അല്ല. ഇഷ്ടമാ? മാങ്ങ ഞാനിവിടെ ചെത്തി പൂളി വെച്ചിട്ടുണ്ട്, പച്ചമാങ്ങ. ഇത് ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രീസറിൽ എടുത്ത് വെക്കണേന്നാണ് ഞാൻ കാണിക്കണേ. നമുക്ക് വല്ല മീൻകറി വെക്കാനോ മാങ്ങക്കറി വെക്കാനോ ആ സമയമാകുമ്പോൾ എടുത്താൽ മതി. നമുക്ക് ഈ മാങ്ങ ഇല്ലാതെ ഇപ്പം നല്ല മാങ്ങ നിറച്ചുണ്ടായി നിൽക്കുന്ന സമയമല്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മാങ്ങ ഫ്രീസറിലേക്ക് വേണ്ടി കരുതി വെക്കണം. അപ്പോൾ പിന്നെ നമുക്ക് മഴക്കാലത്തൊക്കെ മാങ്ങ ഇല്ലാത്ത സമയത്ത് മീനും മാങ്ങയൊക്കെ കറി വെക്കാൻ എളുപ്പമാണ്. ഈ പൂളി വെച്ചേക്കണ മാങ്ങ നമ്മളെങ്ങനെയാണ് മീൻകറിയിലേക്ക് ഇടണേ, എത്ര സൈസിലുള്ള കഷ്ണങ്ങളാണ് ഇടാറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈസിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുക. ഇങ്ങനെ പീസാക്കി വെച്ചേക്കണ ഈ മാങ്ങയുടെ പീസുകൾ ഇപ്പം നമ്മൾ ഒരു കറിക്ക് എന്തോരം ഏകദേശം എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏകദേശ കണക്കിൽ നമ്മളിങ്ങനെ കവറുകളിലേക്ക് ഇടാണ് ചെയ്യണത്. ഇപ്പം ഞാനൊരു മീൻകറി വെക്കണമെങ്കിൽ എനിക്ക് ഇത്രയും വേണം എന്നുള്ളൊരു ഏകദേശം ഉണ്ടാവുമല്ലോ. എനിക്ക് ഇത്രയും മതിയാവും. അപ്പം ഇങ്ങനെ ഇത്രേശമുള്ള പാക്കുകളാക്കിയിട്ട് ഞാൻ എടുത്തു വയ്ക്കണം. ഇപ്പം ഞാനിവിടെ പീസുകൾ ഇതുപോലെ അരിഞ്ഞ് കവറുകളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സീൽ ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ കയറ്റണം കേട്ടോ. ഇനി ഫ്രീസറിൽ നിന്ന് എടുത്തത് യൂസ് ചെയ്യണത്, ഫ്രീസറിൽ നിന്ന് എടുത്തത് ഇങ്ങനെ മെൽറ്റ് ആക്കരുത്. ഫ്രീസറിൽ നിന്ന് എടുക്കാൻ നേരിട്ട് കറിയിലേക്ക് ഇടാം. അല്ലാണ്ട് ഇത് തണുക്കാൻ വേണ്ടി മെൽറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ആകെ കുഴാന്നാവും. അപ്പം നേരിട്ട് ഫ്രീസറിൽ നിന്ന് നമ്മുടെ കറിയിലേക്ക് കണ്ടിട്ട് ഇടണ്ടേ. എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാണ്ട് ഇങ്ങനെ ഇരുന്നോളും. നേരത്തെ മാങ്ങ പൂളി വെച്ചതിൻ്റെ ചെറിയ ചെറിയ പീസ് ബാലൻസ് വന്നതാണ് ഇത്. അപ്പം ഇത് ഒന്നില്ലെങ്കിൽ മാങ്ങക്കറി വെക്കാം, അതല്ലെങ്കിൽ വെറുതെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ അച്ചാറാക്കാം. ഞാൻ ഇവിടെ നിന്ന് അച്ചാർ പോലെ ആക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഉലുവയും കായും പൊടിച്ചത് അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. എണ്ണയൊന്നും ചേർക്കാത്ത അച്ചാറില്ലേ, അതാണിത്. പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റണത്. ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി എടുത്ത് ഒഴിക്കും. ഒരു പാത്രത്തിലേക്ക് ഒരു ബോട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് ഇനി കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം കേട്ടോ. നേരത്തെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്ന് മാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് മുന്തി നിൽക്കണം. എനിക്ക് പക്ഷേ ഈ മാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല മണമുണ്ട്, നല്ല നമുക്കിങ്ങനെ പെട്ടെന്ന് എടുത്ത് കഴിക്കാനായിട്ടൊക്കെ നല്ല രസമുള്ള അച്ചാറാണ്. ഇത് കുറേ ദിവസം പുറത്തിരിക്കില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ടി വരും. ഉപ്പൊക്കെ ഉണ്ട്. ഇനി 2 ദിവസം കഴിയുമ്പോഴേക്കും പുളിയൊക്കെ ഇറങ്ങി പിടിച്ചോളും. ഇനി പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോണത്. പച്ചമാങ്ങ കൊണ്ട് അടിപൊളി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റായിട്ട് അധികം പേരൊന്നും ഉണ്ടാക്കാത്ത റെസിപ്പിയാണിത്. നല്ല എന്താ പറയുക, നല്ലൊരു റിഫ്രഷിങ് ടേസ്റ്റാണ് വായിൽ വരെ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ആദ്യമായിട്ട് വേണ്ടത് 2 പച്ചമാങ്ങയാണ് ഞാൻ എടുത്തേക്കണത്.
പച്ചമാങ്ങ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി പഞ്ചസാര ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അടുപ്പ് കത്തിച്ചിട്ട് മാങ്ങ ഇടാം, കുറച്ച് വെള്ളം ഒഴിക്കാം, കുക്ക് ചെയ്തെടുക്കണമെന്ന്. ഒരു അര ഗ്ലാസ് വെള്ളം, അര കപ്പ് വെള്ളമൊക്കെ എടുക്കുക. ഇതിലേക്ക് മധുരത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്യാം. ഓരോ മാങ്ങയ്ക്ക് ഓരോ തരം പുളിയല്ല. അപ്പം ഞാനിപ്പോൾ എത്ര സ്പൂൺ എടുത്തു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. എന്ന് വെച്ചാൽ അവരവരുടെ വീട്ടിലുള്ള മാങ്ങയ്ക്ക് ഓരോ തരം പുളിയായിരിക്കില്ല. 1/2 ലിറ്റർ പാല് കേട്ടോ, 1/2 ലിറ്റർ പാല് കൊണ്ട് ഉണ്ടാക്കുന്ന പുഡിങ്ങാണ് കാണിക്കണം. അപ്പം ഒരു പാക്കറ്റിന് ഒരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ് വേണ്ടത്. അപ്പോൾ അത് ഞാനിങ്ങനെ പീസുകളായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം കുതിർക്കാൻ വെക്കാം. വെള്ളം ഒഴിച്ച് നന്നായി കുതിർന്ന് വരട്ടെ. ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. ഒരു 1/2 കപ്പ് തന്നെ വെള്ളം ഇതിന് വേണ്ടി വരും. ഇവിടെ നമ്മുടെ പച്ചമാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇങ്ങനെ ഒരുപാട് ഉടഞ്ഞു പോകണ്ട, ഒന്ന് ഞെക്കുമ്പോൾ ഒന്ന് ഞെങ്ങണ മാതിരി ആ ഒരു ഇതിലെത്തിയാൽ മതി കേട്ടോ. ഒരുപാട് ഉടഞ്ഞ് പായസം പോലെ ആവണ്ട കേട്ടോ. ഇപ്പോൾ കറക്റ്റ് മധുരമൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കോളൂ ഇതിൻ്റെ ഇടയിൽ. ഇപ്പോൾ എല്ലാം മാങ്ങയൊക്കെ അത്യാവശ്യം മധുരമൊക്കെ പിടിച്ച് ഇനി ഇത് ചൂടാറാൻ വയ്ക്കാം. ഇനി നമ്മൾ ഒരു 1/2 ലിറ്റർ പാല് അത് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ബാലൻസ് മധുരം മിൽക്ക് മെയ്ഡാണ് ഒഴിക്കണത്. നമ്മൾ എടുത്തു വെച്ച 10 ഗ്രാം ചൈന ഗ്രാസ് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യാൻ വെച്ചേക്കണം കേട്ടോ. ചൈന ഗ്രാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലും ഒരുവിധം തിളച്ച മാതിരി ആയിട്ടുണ്ട്. തിളക്കണ്ട, നല്ലോണം ചൂടായാൽ മതി. നല്ലോണം ചൂടാവുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടി ഇളക്കാം. ഇപ്പം നമ്മുടെ ഈ പാലും ചൈനഗ്രാസും മിക്സ് ആയിട്ടുണ്ട് നല്ലോണം. 2-3 മിനിറ്റ് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ട്രേയിലാണ് റെഡി ആക്കണമെന്ന് വെച്ചാൽ അതിലേക്ക് അരിച്ചൊഴിക്കാം. നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കണ ഈ മാങ്ങ ക്രഷ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഒരു 1/2 കപ്പ് എടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്താൽ മതി. സ്റ്റിഫ് പീക്ക് വേണ്ട, സോഫ്റ്റ് മതി. വേഗം ചെയ്യണം. ഇത്തിരി വൈകിപ്പോയി കഴിഞ്ഞാൽ അത് സെറ്റാവും. ക്രഷ് ചെയ്ത് വെച്ചേക്കണ ഈ പച്ചമാങ്ങ കൂടി ഇതിലിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് കാഷ്യും ബദാമും ഇതിൻ്റെ മുകളിൽ വിതറാം ഗാർണിഷ് ചെയ്യാനായിട്ട്.
നമ്മുടെ പച്ചമാങ്ങ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആവാന്ന് പറഞ്ഞാൽ ഇനി സെറ്റ് ആവണം. ഒരു അരമണിക്കൂർ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സെറ്റ് ആവും. ഇപ്പം തന്നെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മാങ്ങ ഇടുമ്പോൾ സൂക്ഷിക്കേണ്ടത് മാങ്ങ ചൂടാറണം. പിന്നെ ഈ പാലിൻ്റെ മിക്സ് സെറ്റ് ആവണേക്കാൾ മുന്നേ തന്നെ ഒഴിക്കും വേണം കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് അത്. ഇത് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായില്ലെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യും. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. ഓക്കെ, നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു പ്ലേറ്റിൽ ഞാൻ സെറ്റ് ചെയ്തപ്പോൾ ഇത്തിരി കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഗ്രീൻ കളർ ചേർക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ആ പച്ചമാങ്ങൻ്റെ പീസുകൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും വീഡിയോയിൽ വിട്ടുപോയി. ഇത് നിങ്ങൾക്ക് ഇത്രയും കൂടി കട്ടിയിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 ഗ്രാം ചൈന ഗ്രാസ് വേണമെങ്കിൽ എടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ 10 എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ 12 ഗ്രാം 13 ഗ്രാമൊക്കെ എടുക്കാം. കഴിച്ചിട്ട് ഞാൻ പറയാം. വായിലിട്ട് അലിഞ്ഞു പോണ പുഡിങ്. എന്നൊക്കെ ടേസ്റ്റ് ഉണ്ടോ? അത് പച്ചമാങ്ങയാന്ന് പോലും പറയില്ല, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണിത്, മസ്റ്റ് ട്രൈ. ഇന്നത്തെ വീഡിയോ ഒരുപാട് ഐറ്റംസ് ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട്. അച്ചാറിട്ട് കാണിച്ചു, പിന്നെന്തെന്നൊക്കെ കാണിച്ചാൽ ജ്യൂസ്, പച്ചമാങ്ങ ജ്യൂസ് കാണിച്ചു, പച്ചമാങ്ങ പുഡിങ് കാണിച്ചു. ഇതൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.